ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെജ് ചീസി ഓംലേറ്റ് ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ അത്ര കോഴിമുട്ട എടുക്കും, ഉണക്കമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ക്യാബേജ്, സവോള, ഉരുളൻകിഴങ്ങ്, പിന്നെ തക്കാളി, ഉപ്പ് എന്നീ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. പിന്നെ ചീസ് വേണം. നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പിന്നെ കുരുമുളക് പൊടി, മല്ലിച്ചപ്പും പുതിനയും, പിന്നെ അതുപോലെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇട്ടാലും ഒന്നുകൂടി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ബൗളെടുത്ത് ഞാനിപ്പം 4 കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ച്, ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോള, ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ട്, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ക്യാബേജ്. ഗ്രീൻ പീസ് ഇടുന്ന വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിക്കണം കേട്ടോ. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മല്ലിച്ചപ്പ്, പുതിന, നല്ല ജീരകം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കും. ഞാൻ ഈ സമയത്ത് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം. ഇട്ടൊക്കെ കൂടിയിട്ട് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക, ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക, നെയ്യ് യൂസ് ചെയ്യുക. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റോളം മതി നമുക്ക്. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുക. കാരണം കോഴിമുട്ട ആയ കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിന് ശേഷം ഞാനിവിടെ ചില്ലി ഫ്ലെക്സ് ഇല്ല, നേരത്തെ മാറ്റി വെച്ച ഉണക്കമുളക്, അത് വെതറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നീട് ഓരോ ഭാഗത്തായിട്ട് ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് വെച്ച് കൊടുക്കുക. കുട്ടികൾക്കും നമുക്ക് വലിയവർക്ക് ആർക്കായാലും ഒരുപാട് ഇഷ്ടമാവട്ടെ, കാരണം അത്രക്കും സിമ്പിളാണ്, അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ചീസൊക്കെ വെച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ അടിയിലൊരു ഫ്രൈ പാൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് അടി കരിയണ്ട, ഭാഗം വേവാനായിട്ട് കുറച്ച് പാടുണ്ട്, കാരണം ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ളതല്ല. അപ്പോൾ കുറച്ച് നേരം വേണ്ട, ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ അടി കരിയാൻ സാധ്യത ഉണ്ട്. അത് നമ്മളെ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റായിട്ടും വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ചീസി ഓംലേറ്റ് ഇവിടെ റെഡി ആക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.